പ്രവാസം ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മാറിയതിന്റെ വ്യക്തമായ ചിത്രം പുറത്തു വന്ന വർഷമാണ് ഈ കടന്നുപോയത്. ഗൾഫിൽ നിന്നും രാജ്യത്തേക്കുള്ള പണം വരവിനെ അമേരിക്കയും യൂറോപ്പും വികസിത രാജ്യങ്ങളും മറികടന്നിരിക്കുന്നു. പോയ വർഷം ഇന്ത്യയിലേക്കുള്ള മൊത്തം പണം വരവിൽ പകുതിയിലേറെയും അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഇതുവരെ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പണം വരവായിരുന്നു രാജ്യത്ത് കൂടുതൽ. അതിനെയാണ് ഈ വികസിത രാജ്യങ്ങൾ മറികടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തിയിരുന്ന UAE മറികടന്ന് അമേരിക്ക ഒന്നാമതുമെത്തി. ഈ പണം വരവ് മാറ്റത്തിന് പല മാനങ്ങളുണ്ട്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള യാത്രകൾ വെറും പഠനത്തിന് എന്ന നില കഴിഞ്ഞ് തൊഴിലിന് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ തൊഴിലാളികൾ ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന പണത്തെ യൂറോപ്പിലും അമേരിക്കയിലും എത്തിയ പ്രൊഫഷണലുകൾ ആദ്യമായി മറികടന്നിരിക്കുന്നു. പ്രവാസം കൊണ്ടുവരുന്ന സാംസ്കാരിക പശ്ചാത്തലം കൂടി നമ്മുടെ രാജ്യത്ത് മാറുകയാണ്. ഇതുവരെ ഗൾഫായിരുന്നു നിർമ്മാണത്തിലും വികസനത്തിലും മാതൃകയെങ്കിൽ യൂറോപ്പ് പുതിയ മാനങ്ങൾ നൽകുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഗൾഫ് വിട്ട് പാശ്ചാത്യ പ്രവാസം. പോയ വർഷത്തെ പണം വരവിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ 12,940 കോടി ഡോളറാണ് രാജ്യത്ത് മൊത്തം എത്തിയത്. ഏകദേശം 11 ലക്ഷം കോടി രൂപ വരും ഈ പറഞ്ഞ തുക. തുടർച്ചയായ മൂന്നാം വർഷമാണ് 10,000 കോടി ഡോളറിലധികം രാജ്യത്ത് പ്രവാസി പണമായി എത്തുന്നത്. പ്രവാസികൾ അയക്കുന്ന പണം മാത്രമല്ല ഇതിലുള്ളത്, IT ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് ലഭിക്കുന്ന തുകയുമുണ്ട്. 1990-ൽ 60 ലക്ഷം പ്രവാസികളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോയ വർഷം 1,85 ലക്ഷമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർ. 35 വർഷം കൊണ്ട് വിദേശ ജോലി കിട്ടിയവരുടെ എണ്ണത്തിലെ വർധന 300%. ഇതിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ എണ്ണം നേർപകുതിയായി താഴുകയും ചെയ്തു. ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ഗൾഫിലുള്ളവരായിരുന്നു പ്രവാസികളിൽ 70%. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പണം വരവ് വർദ്ധിക്കുന്നത് മുന്നോട്ടുള്ള പാതയിൽ ശുഭകരമായിട്ടാണ് എടുക്കുന്നത്. പ്രവാസി പണം വരവിൽ ഇന്ത്യ ലോകത്ത് ബഹുദൂരം മുന്നിലാണ്. ഇന്ത്യയിലേക്ക് 129.8 ബില്യൺ ഡോളറാണ് വന്നതെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള മെക്സിക്കോയിലേക്ക് എത്തിയത് 68 ബില്യൺ ഡോളർ മാത്രമാണ്. മൂന്നാമതുള്ള ചൈനയിലേക്ക് വരുന്നത് 48 ബില്യൺ ഡോളറും. ആഗോളതലത്തിൽ പ്രവാസി പണത്തിലെ വളർച്ച 5.8% മാത്രമാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള പണം വരവിലെ വളർച്ച എന്ന് പറയുന്നത് 17.7%. നമ്മുടെ യുവതലമുറ രാജ്യം വിട്ടു പോകുന്നുവെന്ന് ആശങ്കപ്പെടുമ്പോഴും ഒരു കണക്കിന് ആ വിട്ടുപോകലാണ് ഇന്ന് രാജ്യത്തിന് നേട്ടമാകുന്നത്. മുൻപ് കേരളത്തിന്റെ വിപണി ചലിപ്പിച്ചിരുന്നത് പ്രവാസി പണമാണെന്ന് പറയുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിനു തന്നെ ഈ തുക ഏറെ വില പിടിച്ചതാണ്. ഗൾഫിൽ നിന്നുള്ള പണം വരവ് കുറയാൻ തുടങ്ങിയത് കോവിഡിനു ശേഷമാണ്. കോവിഡ് കാലത്ത് മടങ്ങിപ്പോരേണ്ടി വന്ന ബഹുഭൂരിപക്ഷത്തിനും തൊഴിൽ ലഭിച്ചില്ല. വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവർക്കാകട്ടെ പ്രതിഫലം വളരെ കുറവായിരുന്നു. നിലവിൽ ജോലി പോകാത്തവരുടെ പോലും പ്രതിഫലം ഈ കോവിഡ് കാലത്ത് കുറഞ്ഞത് പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുമില്ല. ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശിവൽക്കരണവും ഇന്ത്യക്കാരുടെ പ്രവാസത്തിന് ഒരു പരിധിയിലധികം തിരിച്ചടിയായി ഭവിച്ചു. നിതാഖത്ത് ഏൽപ്പിച്ച പ്രഹരം കൂടിയാണ് ഗൾഫിൽ നിന്നുള്ള പണം വരവ് കുറയാനുള്ള കാരണം. മൊത്തം പണം വരവിൽ 26.9% 2016 എത്തിയത് UAE-ൽ നിന്നായിരുന്നു. ഇക്കഴിഞ്ഞ വർഷം അത് 19.2% മാത്രമാണ്. സൗദിയിൽ നിന്നുള്ള പണം വരവെടുത്താൽ 11.6% നിന്ന് അത് 6.7% കുവൈറ്റിൽ നിന്നുള്ളത് 6.5% നിന്ന് 3.9% വീണിരിക്കുന്നു. ഗൾഫ് പ്രവാസത്തിലുണ്ടായ ഈ തിരിച്ചടി അറിയാൻ വേറെ കണക്കുകൾ വേണ്ട. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ഒരു സാമ്പത്തിക ഉണർവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആദ്യം നറുക്കു വീഴുക ഇന്ത്യക്കാർക്കായിരിക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കാരണം ഈ ഗൾഫിലെ ഏറ്റവും വിശ്വസ്ത തൊഴിലാളികളാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ എന്നതാണ് അതിന് കാരണം. ഇപ്പോൾ ഏതായാലും പ്രവാസി പണം വരവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. മൊത്തം പണം വരവിന്റെ 27.7% എത്തിയത് അമേരിക്കയിൽ നിന്നാണ്. 2016-ൽ അമേരിക്കയിൽ നിന്നുള്ള പണം വരവ് 22% മാത്രമായിരുന്നു. ഇക്കാലത്ത് ബ്രിട്ടനിൽ നിന്നുള്ള പണം വരവ് 3% നിന്ന് 11% ഉയർന്നു. കാനഡയിൽ നിന്ന് 3.8%.
സിംഗപ്പൂരിൽ നിന്നാണ് പോയ വർഷം 6.6% പണവും എത്തിയത്. എണ്ണത്തിൽ ഗൾഫിലുള്ളവരുടെ പകുതി പോലും വരില്ല അമേരിക്കയിൽ. പക്ഷേ ഗൾഫിലുള്ളവർ അയക്കുന്നതിന്റെ പല മടങ്ങ് തുകയാണ് അമേരിക്കയിൽ നിന്നും വരുന്നത്. ഗൾഫ് പണം വന്ന 90-കൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിർമ്മാണ രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത്തരത്തിലുള്ള മാറ്റം പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ ഇപ്പോൾ ദൃശ്യവുമാണ്. യൂറോപ്പിനെ അനുകരിക്കുന്ന നിർമ്മാണങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ സംസ്കാരം മെല്ലെയാണെങ്കിലും കേരളത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രവാസമെന്നും പ്രവാസിയെന്നും പറയുമ്പോൾ ഗൾഫ് എന്ന് ചുരുക്കാൻ കഴിയില്ല. ഇനി ആഗോള പ്രവാസത്തിന്റെ വർഷങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.